ഞാൻ റയാർഫെ വോയിസ് ഓഫ് പെരിഞ്ഞനം മിനിസ്ട്രി വാർത്തകളുമായി വീണ്ടും. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം ഡോക്ടറോട് ചോദിക്കാമെന്ന പരിപാടി സ്കൂളിൽ ആഘോഷിക്കുകയുണ്ടായി. ആയുർവേദ ഡോക്ടർ ശ്രീമതി TS ഗായത്രി കുട്ടികളുമായി സംസാരിച്ചു. സ്കൂളിലെ ഹെൽത്ത് ക്ലബ് അംഗങ്ങൾ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ഡോക്ടർ ക്ലാസ് നൽകുകയുണ്ടായി. ജൂലൈ 3 ലോക പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. ഈ വർഷത്തെ ബഷീർ ദിനം വളരെ വിപുലമായ രീതിയിൽ സ്കൂളിൽ ആഘോഷിക്കുകയുണ്ടായി. കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളായി വേഷം ധരിച്ച് സ്കൂളിലെത്തി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ബഷീർ കൃതികളെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും ജാക്ക് സെൻസർ കുട്ടികൾക്ക് വിശദമായ ക്ലാസ് നൽകി. മലയാള മനോരമ നല്ല പാഠം പദ്ധതിയുടെ ജില്ലാതല കൃഷിമുറ്റം പുരസ്കാരം നമ്മുടെ സ്കൂളിന് ലഭിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യയിൽ നിന്ന് അധ്യാപക പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ വർഷത്തെ OS സത്യൻ സ്മാരക സമിതി സംഘടിപ്പിച്ച ഹെൽത്ത് ക്ലബ് മാസ്റ്റർ പ്ലാൻ അവതരണത്തിൽ നമ്മുടെ സ്കൂളിന് ക്യാഷ് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇത്തവണ ചാന്ദ്രദിനം സ്കൂളിൽ വളരെ ഗംഭീരമായി ആഘോഷിച്ചു. ചാന്ദ്രദിനത്തിന് കുട്ടികൾ റോക്കറ്റ് മാതൃകകൾ നിർമ്മിച്ച് സ്കൂളിൽ എത്തുകയുണ്ടായി. ചാന്ദ്രദിനത്തിനെ കുറിച്ച് രജിലാൽ മാസ്റ്റർ വളരെ നല്ലൊരു ക്ലാസ് കുട്ടികൾക്ക് നൽകുകയുണ്ടായി. ചാന്ദ്രദിന ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായിരുന്നു. സംസ്ഥാനതല ചെസ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ദക്ഷിണ 13 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗം ചാമ്പ്യനായി. മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മികച്ച ഹരിത ശുചിത്വ വിദ്യാലയത്തിനുള്ള OS സത്യൻ സ്മാരക പുരസ്കാരം പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂൾ നേടുകയുണ്ടായി. സ്കൂൾ തലത്തിൽ വിവിധ ക്വിസ് മത്സരങ്ങളും നടത്തുകയുണ്ടായി. സ്കൂൾ തല സ്വദേശ് ക്വിസ് UP വിഭാഗം 5ാം ക്ലാസ്സിലെ അഭിജ്ഞ BB, ആരോ PS എന്നിവരും LP വിഭാഗത്തിൽ ഉപജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വാഗ്മയ പ്രതിഭ തെരഞ്ഞെടുപ്പിൽ UP തലത്തിൽ മുഹമ്മദ് ഷിനാസും ദേവനന്ദയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ LP തലത്തിൽ നഫീസത്തുൻ നിസ്രിയും തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.